Morning devotion, my heart to you I give. In your holy presence, Lord, I live each day with you. My soul is restored. Morning devotion, I'm forever yours. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദൈവജനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. റോമാലേഖനം 8:3 ന്യായപ്രമാണത്തിന് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാതെ പോയതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡ സാദൃശ്യത്തിലും പാപജഡ നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ തന്നെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. പക്ഷെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ ജീവനുള്ള ദേഹിയാറ്റു. എന്നാൽ പിന്നത്തതിൽ അവനെ കുറിച്ച് പറയുന്നത് അവൻ ജഡമായി മാറി. ജഡമായി തീർന്ന മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട്, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവന് ന്യായപ്രമാണം കൊടുത്ത് ജഡപ്രകാരമുള്ള പരിഹാരം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞു. യാഗത്തെ എല്ലാം കർത്താവ് കൊടുത്തു. പക്ഷെ അവിടെ എല്ലാം പരാജയപ്പെട്ട മനുഷ്യന്റെ വീണ്ടും ജനനത്തിന് പിതാവായി ദൈവം ചെയ്ത് തന്റെ പുത്രനെ പാപജഡ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് അയച്ചു. പാപജഡ നിമിത്തം അയച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ജഡത്തിൽ നാം അനുഭവിക്കേണ്ട സകല ശിക്ഷകളും യേശു തന്റെ ശരീരത്തിൽ വഹിച്ചു. ഇപ്പോഴ് നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റം ജഡപ്രകാരമല്ല, നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റം മനസ്സിലാണ്. മനസ്സിലാക്കുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഞാൻ ജഡപ്രകാരമുള്ളവനാണ് ക്രിസ്തു മുഖാന്തരം. ക്രിസ്തു മുഖാന്തരം ജഡപ്രകാരം ബലഹീനനായിരുന്ന എന്നിൽ ആത്മപ്രകാരമുള്ള ജീവൻ വസിക്കും. ഞാനൊരു അനുഗ്രഹമാണ്, ഞാനൊരു ജീവനാണ്, ഞാൻ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ്. അതായത് ആ ഉൽപ്പത്തി 1:26 28 പറഞ്ഞ വാഴുവിൻ, നിറയുവിൻ, അടക്കി ഭരിപ്പിൻ എന്നെല്ലാം പറഞ്ഞ ആ അധികാരവും ആ വാഗ്ദത്തവും ഇപ്പോഴും നിങ്ങളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാനാണ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് യേശുവിനെ നമ്മുടെ പാപത്തിനു വേണ്ടി അടിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തത്. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും ഈ ബോധ്യത്തിൽ നിന്ന് വാഴാം. അതായത് ഇപ്പോഴും ദൈവിക ഭാവം, ആളുകൾ ഒരുപക്ഷെ നിങ്ങളെ കുറ്റപ്പെടുത്തി നിങ്ങളെ മുറിവേറ്റവരായിരിക്കും, നിങ്ങൾ ഒരുപക്ഷെ തകർന്നവരായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാപത്തെ ജയിക്കാൻ കഴിയാത്തവരെ പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ, അല്ലല്ല, ഞാൻ എല്ലാവറ്റിനെയും വാഴുന്നവനായി ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്ന് ഇന്നത്തെ പകൽക്കാലം എല്ലായിടത്തും സഞ്ചരിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.